പാരലൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് അതിൻ്റെ സിലബസ്. നെക്സ്റ്റ് വൺ ഈസ് പാരലൽ കമ്പ്യൂട്ടിംഗ്. പാരലൽ കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ സീരിയൽ കമ്പ്യൂട്ടേഷൻ എന്താണെന്ന് നോക്കാം. അതായത് സോഫ്റ്റ്വെയർ ട്രഡീഷണലി ഡെവലപ്പ് ചെയ്തത് സീരിയൽ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ സീരിയൽ കമ്പ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ കമ്പ്യൂട്ടറിൽ സിംഗിൾ പ്രോസസ്സിംഗ് യൂണിറ്റ് വെച്ചിട്ടായിരുന്നു റൺ ചെയ്യുക. അതായത് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ കുറിച്ച് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് അതിനെ ആദ്യം ബ്രോക്കൺ ചെയ്യും. ഈ ബ്രോക്കൺ ചെയ്ത ഇൻസ്ട്രക്ഷൻസിനെ വൺ ബൈ വൺ ആയിട്ട് ഇവർ എക്സിക്യൂട്ട് ചെയ്യും. അതായിരുന്നു സീരിയൽ കമ്പ്യൂട്ടേഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു അറ്റ് ദ ടൈം ഒരു ഇൻസ്ട്രക്ഷനെ മാത്രം നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ഫിഗറിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ കുറച്ച് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യും. അതായത് T1, T2, T3 അപ് ടു Tn അങ്ങനെ കുറച്ച് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഡിവൈഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻസിന് ഈ ഒരൊറ്റ സിംഗിൾ CPU വെച്ചിട്ട് വൺ ബൈ വൺ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് സീരിയൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് പാരലൽ കമ്പ്യൂട്ടിംഗ്. അപ്പോൾ കുറച്ച് സീരിയൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുമ്പം ഈ ടൈം ഒക്കെ ഭയങ്കര ടൈം കൺസർവേഷൻ ഭയങ്കര പാടായിരിക്കും. അതായത് വൺ ബൈ വൺ ആയി എക്സിക്യൂട്ട് ചെയ്ത കാരണം ഒത്തിരി ടൈം അതിന് എടുക്കും. സോ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ടായിരുന്നു പാരലൽ കമ്പ്യൂട്ടിംഗ് വന്നത്. പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പം അറ്റ് എ ടൈം നമുക്ക് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൾട്ടിപ്പിൾ CPUs നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് ഡിസ്ക്രീറ്റ് പാർട്സ് ആയിട്ടായിരിക്കും ബ്രോക്കൺ ചെയ്യുക. എന്നിട്ട് അതിനെ കൺകറൻ്റ് ആയിട്ട് സോൾവ് ചെയ്യും. അപ്പോൾ ഈച്ച് പാർട്ട് ഈസ് ഫർദർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ആദ്യം നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകും. ആ ഒരു പ്രോബ്ലത്തിനെ ഒരു ഡിസ്ക്രീറ്റ് പാർട്ടായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യും. ഈ ഡിവൈഡ് ചെയ്തതിന് പിന്നെ ഫർദർ ഒരു സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ബ്രോക്കൺ ചെയ്യും. എന്നിട്ടാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൾട്ടിപ്പിൾ CPUs. അതായത് ഇവിടെ ഒരു കേസിൽ നമുക്കൊരു സെറ്റ് ഓഫ് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ ആദ്യം ഒരു സെറ്റ് ഓഫ് ഓരോ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിനെ കുറച്ച് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് മാറ്റിയിട്ട് ആ ഇൻസ്ട്രക്ഷൻസിനെ മൾട്ടിപ്പിൾ CPUs വെച്ചിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ടൈം കൺസർവേഷൻ നമുക്ക് കൂടുതലും എടുക്കാം. ഇനി അടുത്തത് ദ കമ്പ്യൂട്ടർ റിസോഴ്സ് മൈറ്റ് ബി എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ കമ്പ്യൂട്ടർ വിത്ത് മൾട്ടിപ്പിൾ പ്രോസസ്സ്. അതായത് ഒരു സിംഗിൾ കമ്പ്യൂട്ടറിൽ മൾട്ടിപ്പിൾ പ്രോസസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ ആർബിട്രറി നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ബൈ എ നെറ്റ്വർക്ക്. അതായത് ഒരു സിംഗിൾ നെറ്റ്വർക്ക് വെച്ചിട്ട് ഒരു മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ രണ്ടിനും കോമ്പിനേഷൻസ് ഉണ്ടാകും. കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം ഷുഡ് ബി ഏബിൾ ടു എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ടു ബി ബ്രോക്കൺ അപ്പാർട്ട് ഇൻ ടു ഡിസ്ക്രീറ്റ് പീസസ് ഓഫ് വർക്ക് ദാറ്റ് ക്യാൻ ബി സോൾവ് സൈമിൾട്ടേനിയസ്ലി. അത് സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്കൊരു ഡിസ്ക്രീറ്റ് പീസസ് ഓഫ് വർക്കിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എക്സിക്യൂട്ട് മൾട്ടിപ്പിൾ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് അറ്റ് എനി മൊമെൻറ്റ് ഇൻ ടൈം. അതായത് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് മൾട്ടിപ്പിൾ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. be solved in less time with multiple computer resources than within a സിംഗിൾ കമ്പ്യൂട്ടർ റിസോഴ്സ്. ഒരു സിംഗിൾ കമ്പ്യൂട്ടർ റിസോഴ്സിനുള്ളിൽ നിന്നുകൊണ്ട് അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടർ റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രോബ്ലത്തിനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ പാരലൽ കമ്പ്യൂട്ടിംഗ് മെയിൻലി യൂസ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലും ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽസ്. നെക്സ്റ്റ് വൺ ഈസ് വൈ യൂസ് പാരലൽ കമ്പ്യൂട്ടിംഗ്. എന്തുകൊണ്ടാണ് നമ്മൾ പാരലൽ കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ സേവ് ടൈം ഓർ മണി. അതായത് ഒന്നിലെ ടൈം അല്ലെങ്കിൽ മണി സേവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇൻ തിയറി ത്രോയിങ് മോർ റിസോഴ്സസ് അറ്റ് എ ടാസ്ക് will shorter its time to completion. With the potential cost savings, parallel computers can be built from cheap commodity components. അതായത് ഈ പാരലൽ കമ്പ്യൂട്ടേഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നതിന് ഒരു ചീപ്പ് കമ്മോഡിറ്റി കമ്പോണൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കോസ്റ്റും അല്ലെങ്കിൽ മണി സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൾട്ടിപ്പിൾ അറ്റ് എ ടൈം, അതായത് സൈമിൾട്ടേനിയസ് ആയിട്ട് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നത് കാരണം അവിടെ പൊട്ടൻഷ്യൽ സേവിങ് കോസ്റ്റിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സോൾവ് ലാർജർ problems. അതായത് many problems are so large or complex that is impractical or impossible to solve them on a single computer.
എക്സ്പെഷ്യലി ഗവൺ ലിമിറ്റഡ് കമ്പ്യൂട്ടർ മെമ്മറി. അതായത് നമുക്ക് തന്നിരിക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സിംഗിൾ കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലാർജർ പ്രോബ്ലംസിനുള്ളിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ പാരലൽ കമ്പ്യൂട്ടിംഗ് അങ്ങനെയല്ല. നമുക്ക് മൾട്ടിപ്പിൾ CPUസും മൾട്ടിപ്പിൾ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഉള്ളത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാർജർ പ്രോബ്ലംസിനെയൊക്കെ നമുക്ക് ആ ലിമിറ്റഡ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ നിന്നുകൊണ്ട് തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊവൈഡ് കൺകറൻസി. അതായത് ഈ പ്രൊവൈഡ് കൺകറൻസി എന്ന് വെച്ചാൽ നമുക്കൊരു സിംഗിൾ കമ്പ്യൂട്ടർ റിസോഴ്സ് ആണെങ്കിൽ അറ്റ് എ ടൈം നമുക്കൊരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടിംഗ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് കുറേ കാര്യങ്ങൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പ്രൊവൈഡ് കൺകറൻസി എന്ന് പറയാം. പിന്നെ യൂസ് ഓഫ് നോൺ ലോക്കൽ റിസോഴ്സസ്. അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫിഫ്ത്ത് വൺ ആണ് ലിമിറ്റ്സ് ടു സീരിയൽ കമ്പ്യൂട്ടിംഗ്. അതിൽ ട്രാൻസ്മിഷൻ സ്പീഡ്സ് എന്ന് വെച്ചാൽ ഹാർഡ്വെയറിൽ കൂടി എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണോ ഡേറ്റ ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പാസ് ചെയ്യുന്നത് അതിനെ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ സീരിയൽ കമ്പ്യൂട്ടർ. അപ്പം അതിൻ്റെ സ്പീഡായിരിക്കും ട്രാൻസ്മിഷൻ. ആ ഒരു സ്പീഡിനാണ് ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് പറയുക. സെക്കൻഡ് വൺ ഈസ് ലിമിറ്റ്സ് ടു മിനിയേച്ചറൈസേഷൻ. അതായത് ഒരു പ്രോസസ്സർ ടെക്നോളജി ഒരു സിംഗിൾ ചിപ്പിൽ എത്രത്തോളം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിനെ പ്ലേസ് ചെയ്യാൻ പറ്റും ഇതിനെല്ലാം അലോ ചെയ്യും. അപ്പോൾ അതാണ് ഒരു മിനിയേച്ചർ ഫോർമാറ്റിൽ അതിനെ കൊണ്ടുവരും. അതാണ് ലിമിറ്റ്സ് ടു മിനിയേച്ചറൈസേഷൻ എന്ന് പറയാം. ഇനി അടുത്ത എക്കണോമിക് ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി എക്സ്പെൻസീവ് ടു മേക്ക് എ സിംഗിൾ പ്രൊസസ്സർ ഫാസ്റ്റ്. അതായത് ഒരു സിംഗിൾ പ്രൊസസ്സർ ഫാസ്റ്റായിട്ട് മേക്ക് ചെയ്യാനായിട്ട് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ യൂസിങ് എ ലാർജ് നമ്പർ ഓഫ് മോഡറേറ്റ്ലി ഫാസ്റ്റ് കമ്മോഡിറ്റി പ്രൊസസ്സേഴ്സ് ടു അച്ചീവ് ദ സെയിം പെർഫോമൻസ് ഈസ് ലെസ് എക്സ്പെൻസീവ്. അപ്പം കുറഞ്ഞ എക്സ്പെൻസീവ് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഫാസ്റ്റർ കമ്മോഡിറ്റി പ്രോസസ്സേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു ഇതിനെയാണ് എക്കണോമിക് ലിമിറ്റേഷൻസ് എന്ന് പറയാം. ഇനി അടുത്ത നാലാമത്തെയാണ് കറന്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സ് ആർ ഇൻക്രീസിംഗ്ലി റിലേ അപ്പോൺ ഹാർഡ്വെയർ ലെവൽ പാരലലിസം ടു ഇംപ്രൂവ് പെർഫോമൻസ്. അതിൽ ഫസ്റ്റ് വൺ മൾട്ടിപ്പിൾ എക്സിക്യൂഷൻ യൂണിറ്റ്സ്, പൈപ്പ്ലൈൻഡ് ഇൻസ്ട്രക്ഷൻ, മൾട്ടി കോർ. ആൻഡ് യൂസ് ഓഫ് പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ ഇതൊരു ഫിഗറാണ്. ഇതിൽ അക്കാദമിക് ഉണ്ട്, ക്ലാസിഫൈഡ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, ഇൻഡസ്ട്രി, റിസർച്ച് ഫണ്ട്, ഇങ്ങനെ കുറച്ചു അവരുടെ ഒരു ഗ്രാഫ് ലെവലാണ് ആ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഫ്ലിൻസ് ക്ലാസിക്കൽ ടാക്സോണമി. അതായത് ദർ ആർ ഡിഫറെൻറ്റ് വേസ് ടു ക്ലാസിഫൈ പാരലൽ കമ്പ്യൂട്ടേഴ്സ്. അതായത് പാരലൽ കമ്പ്യൂട്ടേഴ്സ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ക്ലാസിഫിക്കേഷൻ ഇൻ യൂസ് സിൻസ് 1966 ഈസ് കോൾഡ് ഫ്ലിൻസ് ടാക്സോണമി. അതായത് 1966 യൂസ് ചെയ്തൊരു ഇതാണ്. കുറേ അധികം പാരലൽ കമ്പ്യൂട്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് കുറേ ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ മോഡലാണ് ഫ്ലിൻസ് ടാക്സോണമി എന്ന് പറയുക. അങ്ങനെ ഫ്ലിൻസ് ടാക്സോണമി മീൻസ് ഡിസ്റ്റിങ്വിഷസ് മൾട്ടി പ്രോസസ്സേഴ്സ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അക്കോർഡിംഗ് ടു ഹൗ ദേ ക്യാൻ ബി ക്ലാസിഫൈഡ് അലോങ് ദ ടു ഇൻഡിപെൻഡൻറ്റ് ഡയമെൻഷൻസ് ഓൺ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ. അപ്പോൾ ഈച്ച് ഓഫ് ദീസ് ഡയമെൻഷൻസ് ക്യാൻ ഹാവ് ഓൺലി വൺ ഓഫ് ടു പോസിബിൾ സ്റ്റേറ്റ്സ്, സിംഗിൾ ഓർ മൾട്ടിപ്പിൾ. അതായത് ഫ്ലിൻസ് ടാക്സോണമി എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസിനെയും ഡേറ്റാസിനെയും എങ്ങനെ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് വെച്ച് ക്ലാസിഫൈ ചെയ്യാം, അതാണ് ഈ ഒരു ഫ്ലിൻസ് ടാക്സോണമിയിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന പോസിബിൾ സ്റ്റേറ്റ്സ് രണ്ടെണ്ണം ആയിരിക്കും, അതായത് സിംഗിളും മൾട്ടിപ്പിളും. അപ്പോൾ ഇതിൽ 4 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന് സിംഗിൾ ഇൻസ്ട്രക്ഷൻ, സിംഗിൾ ഡേറ്റ, സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡേറ്റ, സിംഗിൾ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡേറ്റ, single instruction single data. Sorry, fourth one is multiple instruction multiple data. And single instruction multiple data means it's a type of parallel computer. Parallel computer type തന്നെയാണ്. Single instruction means all processing unit execute the same instruction at any given clock cycle. അതിൽ തന്നിരിക്കുന്ന ഏത് ക്ലോക്ക് സൈക്കിളിലായിക്കോട്ടെ സെയിം ഇൻസ്ട്രക്ഷൻസിന് തന്നെ എല്ലാ പ്രോസസ്സിംഗ് യൂണിറ്റും ഇതിനെ എക്സിക്യൂട്ട് ചെയ്യും. Multiple data means each processing unit can operate on different data elements. അതായത് ഓരോ പ്രോസസ്സിംഗ് യൂണിറ്റും ഡിഫറെൻറ്റ് ഡേറ്റ എലമെൻറ്റിനെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. The best suited for specialized problems characterized by a high degree of regularity such as graphics
or image processing. And two varieties ഉണ്ട് processor arrays and vector pipelines. ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ processor arraysൽ വരുന്നതാണ് കണക്ഷൻ മെഷീൻസ് CM2, Mars-Bar MP1 and MP2, and vector pipelines IBM 9000, Cray XMP, YMP and C90. These are the examples of vector pipelines. And most modern computers, particularly those graphic processor unit GPUs, employ SIMD instructions and execution units. And next one is multiple instruction single data. It's also a type of parallel computer, and a multiple instruction, we know each processing unit operates on data independently via separate instruction streams. അതായത് ഓരോ പ്രോസസ്സിംഗ് യൂണിറ്റും ഓരോ ഡേറ്റനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. സിംഗിൾ ഡേറ്റ മീൻസ് സിംഗിൾ ഡേറ്റ സ്ട്രീം ഈസ് ഫെഡ് ഇൻ ടു മൾട്ടിപ്പിൾ പ്രോസസ്സർ യൂണിറ്റ്. അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് യൂണിറ്റിലോട്ട് ഓരോ സിംഗിൾ ഡേറ്റ സ്ട്രീമിനെ ഫെഡ് ചെയ്തിരിക്കും. Few actual examples of this class of parallel computer have ever existed. One is the experimental Carnegie-Mellon, that means C.MMP computer. And some conceivable uses might be multiple frequency filters operating on a single signal stream, multiple cryptography algorithms attempting to crack single coded message. And third one is single instruction, single data. That means ഇതൊരു non-parallel computer എന്നൊരു എക്സാമ്പിൾ ആണ്. Single instruction means only one instruction stream is being acted on by the CPU during at one clock cycle. അത് ഒരു ക്ലോക്ക് സൈക്കിളിൽ ഒരൊറ്റ ഇൻസ്ട്രക്ഷൻസ് മാത്രമേ CPU പ്രോസസ്സ് ചെയ്യത്തുള്ളൂ. Single data means only one data stream is being used as input during any one clock cycle. ഏതൊരു ക്ലോക്ക് സൈക്കിൾ ആയാലും ഒരൊറ്റ ഡേറ്റ സ്ട്രീം ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. ആൻഡ് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ ആയിരിക്കും ഇത് പെർഫോം ചെയ്യുക. ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ഈവൻ ടുഡേ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ. അതായത് പഴയതുമാണ്, പക്ഷെ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡേറ്റ എന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിൾസ് പറഞ്ഞാൽ ഓൾഡർ ജനറേഷൻ മെയിൻ ഫ്രെയിംസ്, many computers and workstations, most modern day PCs. കൂടുതലും ഇപ്പോഴുള്ളത് ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് എ എന്ന് പറയുന്നതിനെ ലോഡ് ചെയ്യും, പിന്നെ ബി എന്ന് പറയുന്നതിനെ ലോഡ് ചെയ്യും, അതിനുശേഷം സിയിനുള്ളിൽ എയും ബിയും അതിന് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് സിയിലോട്ട് ഈ ഇൻഫർമേഷൻസ് A+B എന്ന് പറയുന്ന ഇത് സിയിലോട്ട് സ്റ്റോർ ചെയ്യും. അടുത്ത എ എന്ന് പറയുന്നത് B*2 ആക്കി എന്നിട്ട് ആ എനെ സ്റ്റോർ ചെയ്യും. Some general parallel terminology. അതിൽ ഫസ്റ്റ് വൺ വരാണ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഓർ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ്. അതായത് വേൾഡിലെ തന്നെ ഫാസ്റ്റസ്റ്റും അല്ലെങ്കിൽ ലാർജസ്റ്റും ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ലാർജ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നോഡ് മീൻസ് എ സ്റ്റാൻഡ് അലോൺ കമ്പ്യൂട്ടർ ഇൻ എ ബോക്സ്, യൂഷ്വലി കംപ്രൈസ്ഡ് ഓഫ് മൾട്ടിപ്പിൾ CPUs, processors or cores. അതായത് ഒരു കമ്പ്യൂട്ടറിന് ഒരു ബോക്സ് ഫോർമാറ്റിലായിരിക്കും. അതായത് ഒരു മൾട്ടിപ്പിൾ CPUs അല്ലെങ്കിൽ പ്രൊസസ്സേഴ്സ് അല്ലെങ്കിൽ കോഴ്സിനെല്ലാം കൂടി കംപ്രൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റ് ആയിരിക്കും. നോഡ് എന്ന് പറയുന്നത് ആർ നെറ്റ്വർക്ക് ടുഗദർ ടു കംപ്രൈസ് സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്ക് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും ഈ നോഡ്സ് എന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് വൺ തേർഡ് വൺ CPU or socket, processor or cores. അതായത് ഇത് നമ്മുടെ ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് പണ്ട് CPU എന്ന് പറയുന്ന ഒരു സിംഗുലർ എക്സിക്യൂഷൻ കമ്പോണന്റ് ആയിരുന്നു. പക്ഷേ മൾട്ടിപ്പിൾ CPUs എന്ന് പറയുന്നത് ഒരു നോഡിൻ്റെ അകത്തായിരിക്കും മൾട്ടിപ്പിൾ CPUസിനെല്ലാം കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ CPUs മൾട്ടിപ്പിൾ കോഴ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനാണ്. മൾട്ടിപ്പിൾ കോഴ്സ് ചേരുന്നതാണ് ഒരു ഇൻഡിവിജ്വൽ CPUs എന്ന് പറയുന്നത്. CPUs മൾട്ടിപ്പിൾ കോഴ്സ് ഉള്ള CPUs നെ നമുക്ക് സോക്കറ്റ് എന്ന് പറയാം. അതായത് വെണ്ടർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. The result is a node with multiple CPUs, each containing multiple cores. The nomenclature is confused at times. And fourth one is task, a logically discrete section of computational work.
A task is typically a program or program-like set of instructions that is executed by a processor. അതായത് ടാസ്ക് എന്ന് പറയുമ്പോൾ typically ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ലൈക്ക് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സർ ഉണ്ടാവും. A parallel computer consists of multiple tasks running on multiple processor. ഒരു parallel program എന്ന് പറയുമ്പോൾ ഒരു multiple task റൺ ചെയ്യാനായിട്ട് multiple processors ഉണ്ടായിരിക്കും. Next one is pipelining. അതായത് breaking a task into steps performed by different processor units. അതായത് ടാസ്കിനെ ബ്രേക്ക് ചെയ്ത് കുറച്ച് ഇൻറ്റു സ്റ്റെപ്സ് കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. പെർഫോംഡ് ബൈ ഡിഫറെൻറ്റ് ഇതെല്ലാം പെർഫോം ചെയ്യുന്നത് ഡിഫറെൻറ്റ് പ്രോസസ്സർ യൂണിറ്റ്സ് വെച്ചിട്ടായിരിക്കും. വിത്ത് ഇൻപുട്ട് സ്ട്രീമിംഗ് ത്രൂ മച്ച് ലൈക്ക് ആൻ അസംബ്ലി ലൈൻ ഈ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് പാരലൽ കമ്പ്യൂട്ടർ. ഒരു പാരലൽ ടൈപ്പ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫോമാറ്റിലായിരിക്കും. അതായത് ഈ ടാസ്ക് എല്ലാം ഒരു ഡിഫറെൻറ്റ് പ്രോസസ്സർ യൂണിറ്റ്സ് ആയിരിക്കും ഈ ടാസ്കിനെ എല്ലാം പെർഫോം ചെയ്യുക. Next one is shared memory. അതായത് from a strictly hardware point of view, describes a computer architecture where all processors have direct access to common physical memory. അതായത് എല്ലാ പ്രോസസ്സേഴ്സിനും ഒരു കോമൺ ആയിട്ടുള്ള ഫിസിക്കൽ മെമ്മറീസ് ഉണ്ടായിരിക്കും ആക്സസ് ചെയ്യാനായിട്ട്. In a programming sense, it describes a model where parallel tasks all have the same picture of memory and can directly address and access the same logical memory. അതായത് പ്രോഗ്രാമിംഗ് സെൻസിൽ പറയുകയാണെങ്കിൽ ഒരു പാരലൽ ടാസ്കിൽ ഒരു സെയിം പിക്ചർ ഓഫ് മെമ്മറീസ് ഉണ്ടായിരിക്കും. അത് കൂടാണ്ട് തന്നെ ഇതിന് ഡയറക്റ്റ്ലി നമുക്ക് അഡ്രസ്സിനെ ആക്സസ് ചെയ്യാം, അതുപോലെ സെയിം ലോജിക്കൽ മെമ്മറീസിനെയൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വൺ ഈസ് സിമെട്രിക് മൾട്ടി പ്രൊസസ്സർ, അതായത് SMP. Hardware architecture where multiple processors share a single address space and access to all resources. ഹാർഡ്വെയർ ആർക്കിടെക്ചറിൽ കുറേ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു സിംഗിൾ അഡ്രസ് സ്പേസ് ആയിരിക്കും. ഇത് നമുക്ക് മൾട്ടിപ്പിൾ റിസോഴ്സിനെ ആക്സസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി. ഇൻ ഹാർഡ്വെയർ refers to a network based memory access for physical memory that is not common. As a programming model, tasks can only logically see local machine memory and must use communication to access memory on the other machine where other tasks are executed. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് മെമ്മറി ആയിരിക്കും. ഒരു ഫിസിക്കൽ മെമ്മറി ആക്സസ് ചെയ്യാനായിട്ട് ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെമ്മറി ആയിരിക്കും. ഒരു പ്രോഗ്രാമിംഗ് മോഡലിൽ ഇതിൽ പറയുകയാണെങ്കിൽ ടാസ്കിന് ലോക്കൽ മെഷീൻ മെമ്മറീനെ കാണാനും പറ്റും. ഇത് എന്ത് ചെയ്യും, മെമ്മറി ആക്സസ് ചെയ്യാനായിട്ട് മറ്റൊരു മെഷീനിലെ മെമ്മറി ആക്സസ് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേഷൻസിനെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഈസ് പാരലൽ ടാസ്ക് typically need to exchange data. There are several ways this can be accomplished, such as through a shared memory bus or over a network. However, the actual event or data is exchanged commonly referred to as a communication regardless of the method employed. പാരലൽ ടാസ്ക് മെയിൻലി ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഡേറ്റ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് കുറേ അധികം സെവറൽ വേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സജാസ് എന്തുപോലെ ഷെയർഡ് മെമ്മറി ബസ് ഓവർ എ നെറ്റ്വർക്ക്, അതായത് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഷെയർഡ് ബസ് ആ ഒരു ഫോമാറ്റിൽ തന്നെ നമുക്ക് ഡേറ്റനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിൻക്രണൈസേഷൻ ആണ്. അതായത് പാരലൽ ടാസ്കിനെ റിയൽ ടൈമിൽ കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ വഴി, അതായത് കമ്മ്യൂണിക്കേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പാരലൽ ടാസ്കിനെ റിയൽ ടൈമിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്, ആ ഒരു ഇതാണ് സിൻക്രണൈസേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് ഗ്രാനുലാരിറ്റി. In parallel computing, granularity is qualitative measure of the ratio of computation to communication. അതായത് കമ്മ്യൂണിക്കേഷൻ റേഷ്യോ ഓഫ് കമ്പ്യൂട്ടേഷൻ ടു കമ്മ്യൂണിക്കേഷൻ, അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് മെഷറിനെയാണ് ഗ്രാനുലാരിറ്റി എന്ന് പറയാം. Next one is observed speedup. Observed speedup of a card which has been parallelized, defined as one of the simplest and most widely used indicator for a parallel programming performance. And next one is parallel overhead.